ഒഞ്ചിയത്തെ ജനതയ്ക്ക് ആരായിരുന്നു ചന്ദ്രശേഖരൻ? ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി തങ്ങളിലൊരാളായി അവർ ടിപിയെ സ്വീകരിക്കുകയായിരുന്നു. ജലത്തിൽ മത്സ്യമെന്ന പോലെ വേണം സമൂഹത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പ്രവർത്തനമെന്ന സത്യം സ്വന്തം ജീവിതം കൊണ്ട് നടപ്പാക്കിയ ധീരൻ. അതുതന്നെയാണ് ജനം ചന്ദ്രശേഖരനെ വീട്ടിലെ ഒരംഗം എന്ന പോലെ കണ്ടത്. കാർക്കശ്യമായ രാഷ്ട്രീയ നിലപാടുകൾക്കിടയിലും സാമൂഹ്യ പ്രശ്നങ്ങളോടുള്ള നിഷ്പക്ഷമായ ഇടപെടലുകളാണ് ഒരു രാഷ്ട്രീയക്കാരനെ ജനകീയനാക്കുന്നത്. ടി പി ജനകീയനായത് പുഞ്ചിരി കൊണ്ടോ പുറമോടി കൊണ്ടോ അല്ല, മറിച്ച് സാമാന്യ ജനതയുടെ പ്രശ്നങ്ങളിൽ തീർപ്പുണ്ടാക്കുന്ന വ്യക്തമായ നിലപാടുകൾ കൊണ്ട് തന്നെയാണ്. ടി പി ചന്ദ്രശേഖരൻ ഈ പ്രദേശത്ത് സാധാരണക്കാരുടെ ഇടയിൽ നല്ലൊരു സഖാവാണ്, ഒരു പ്രവർത്തകനാണ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ സഖാവ് എല്ലാ പ്രശ്നത്തിലും ഇടപെടാറുണ്ട്. സംഗതികളെല്ലാം ചിലത് പറഞ്ഞു തീർക്കേണ്ടത് പറഞ്ഞു തീർക്കും. ഏതെങ്കിലും ഒരു വീട്ടിലൊരു ബുദ്ധിമുട്ടോ കാര്യം ഉണ്ടായാൽ അവിടെ വന്ന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ച് ആ കാര്യങ്ങളെല്ലാം നിവർത്തിച്ച് സഖാക്കളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നൊരു സഖാവ്. അയാളൊരു നല്ല വ്യക്തിയാണ്, നല്ല മനുഷ്യനാണ് അയാൾ. 1948 ഏപ്രിൽ 30 ജന്മിത്വത്തിൻ്റെ കിരാതവാഴ്ചയ്ക്കെതിരെ പടവെട്ടി ഭരണകൂടത്തിൻ്റെ ഗർജിക്കുന്ന തോക്കുകൾക്ക് മുന്നിൽ സധൈര്യം ജീവൻ നൽകിയ 8 ധീരന്മാർ ഒഞ്ചിയത്തെ ചുവപ്പിച്ച ദിനം. വിപ്ലവ ചരിത്രരേഖകളിൽ ഒഞ്ചിയത്തിന് രക്തത്തിൻ്റെ ചുവപ്പ് നൽകി. പോലീസ് ലോക്കപ്പുകളിൽ ഒഞ്ചിയത്തിൻ്റെ ധീരപുത്രന്മാർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. നിറത്തോക്കിനു മുന്നിൽ നെഞ്ചുവിരിച്ചു നിന്ന ധീരരെ പോലെ ലോക്കപ്പുകളിലും അവർ ഇൻക്വിലാബ് മുഴക്കി. പിന്നെയും 2 പേർ, സഖാവ് മണ്ടോടിക്കണ്ണനും കൊല്ലാച്ചേരി കുമാരനും രക്തസാക്ഷികളായി. തീക്ഷ്ണമായ വിപ്ലവബോധത്തിൻ്റെ ചുവപ്പ് ഒഞ്ചിയത്താകെ പടർന്നു. ഒഞ്ചിയം പതിയെ കമ്മ്യൂണിസത്തെ വരിക്കുകയായിരുന്നു. ഈ വിപ്ലവ മണ്ണിലാണ് 1961 ടി പി ജനിക്കുന്നത്. പഠനകാലത്ത് SFIയുടെ സജീവ പ്രവർത്തകൻ. പ്രസംഗ നൈപുണ്യവും സംഘടനാ പാഠവും ഈ ചെറുപ്പക്കാരനെ സംഘടനയുടെ തലപ്പത്ത് എത്തിച്ചു. പിന്നീട് DYFIയുടെ നേതാവ്, CPM ഏരിയ കമ്മിറ്റി അംഗം. തുടർന്ന് പാർട്ടിയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ. രാഷ്ട്രീയത്തിൽ ടി പി ഉയർത്തിപ്പിടിച്ച ചില മൂല്യങ്ങളുണ്ട്. ഒരുപക്ഷെ കർശനമായ അത്തരം ആദർശങ്ങളാവാം അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിനും വഴിവെച്ചത്. ഞങ്ങളൊക്കെ ഇവിടെ സഖാക്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ജീവൻ നഷ്ടപ്പെടും എന്ന ഒരുപാട് ഘട്ടങ്ങളെ അതിജീവിച്ച് വന്നവരാണ്. എന്റെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്ന് ഉറച്ചു ഞാൻ കരുതിയ ഒരുപാട് നിമിഷങ്ങളുണ്ടായിരുന്നു, ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിരുന്നു. ഒരു ഇഞ്ച് പോലും ആ സമയത്തൊന്നും പിന്മാറാതെ നിശ്ചയദാർഢ്യത്തോടുകൂടി മരിക്കുന്നെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മരിക്കുന്നതാണ് അഭിമാനം എന്ന് കരുതി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുമ്പോട്ട് പോകുന്നവരാ. ഇപ്പം ജീവിക്കുന്നത് ബോണസായി കരുതുന്നവരാണ്. ഏറ്റെടുക്കുന്ന പ്രവർത്തനം വലുതോ ചെറുതോ ആവട്ടെ, അത് വിജയത്തിലെത്തിക്കുക എന്നതായിരുന്നു ടി പിയുടെ സംഘടനാ പ്രവർത്തനം. CPMന് ഒറ്റയ്ക്ക് ഏറാമല പഞ്ചായത്തിൽ ഭരണം കൈവരിക്കാനും CPMൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ ഒഞ്ചിയം ഏരിയയിലെ ഏറ്റവും വലിയ ശക്തിയായി റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയെ ഉയർത്തിയതും ടി പിയുടെ സംഘടനാ പാഠം തന്നെയാണ്. ഒഞ്ചിയം ഏരിയയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഈ പുതുതായി രൂപീകരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്ന് തെളിയിക്കുന്നതായിരിക്കും. അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനം ഈ ആശയത്തിനു വേണ്ടി കേരളത്തിൽ CPMനകത്തും പുറത്തും പോരാടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ പോരാട്ടത്തിന് കരുത്ത് പകരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യയശാസ്ത്രപരമായും രാഷ്ട്രീയമായും ഞങ്ങളുടെ നിലപാടുമായി യോജിക്കുന്നവരെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലൊരു യഥാർത്ഥ വിപ്ലവ രാഷ്ട്രീയ മൂവ്മെൻറ്റ് ശക്തിപ്പെടുത്താൻ ഉള്ള പ്രവർത്തനത്തിനായിരിക്കും സമ്മേളനത്തിന് ശേഷം ഞങ്ങൾ രൂപം കൊടുക്കും. ചന്ദ്രശേഖരൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെ പ്രവർത്തനം രാഷ്ട്രീയ നേതാക്കൾക്കും പുതുതലമുറയ്ക്കും പാഠമാവേണ്ടത് തന്നെയാണ്. ഇടതുപക്ഷ ഏകോപന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന പദവി ദേശീയ തലത്തിലെ ഇടതുപക്ഷ ബദലിനെക്കുറിച്ചുള്ള ചിന്തയിലേക്കുള്ള ചവിട്ടിപ്പടിയായിരുന്നു സഖാവിന്. ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തെ ഏകോപിപ്പിക്കുന്നതിൽ ആ പ്രവർത്തനം ബഹുദൂരം പിന്നിട്ടപ്പോഴാണ് ടി പി രക്തസാക്ഷിയായത്. നേതാവെന്ന നിലയിൽ മുന്നിൽ നടക്കുകയും പ്രസംഗിക്കുകയുമായിരുന്നില്ല ചന്ദ്രശേഖരൻ്റെ പ്രവർത്തനം. മറിച്ച് അണികളോടൊപ്പം ഒരാളായി, അവരുടെ ദുഃഖങ്ങളിൽ സ്വാതന്ത്ര്യമായി, അവരുടെ സന്തോഷങ്ങളിൽ പങ്കാളിയായി ആ നേതാവ് അവരോടൊപ്പം നടന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ നാടിന് ടി പി എന്ന രണ്ടക്ഷരം ഒരു വികാരമാവുന്നത്.
കുട്ടികളോടും മുതിർന്നവരോടുമുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, സ്വന്തം അണികളോടൊപ്പം ഏത് പാതിരാവിലും രാഷ്ട്രീയ പ്രവർത്തനം, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ, അതെ, TP ഒരു നാടിൻ്റെ ശബ്ദമായിരുന്നു. TP ഒരു സാന്ത്വനമായിരുന്നു. വേനൽ മഴ പോലെ. കൊടുംവേനൽ ഒഞ്ചിയത്തിന് സമ്മാനിച്ചത് രക്തസാക്ഷികളെയാണ്. നീരിനു വേണ്ടി പൊരുതി വീണ രക്തസാക്ഷികൾ, സഖാക്കൾ അളവയ്ക്കൽ കൃഷ്ണൻ, KM ശങ്കരൻ, പുറവിൽ കണാരൻ, VK രാഘൂട്ടി, മേനോൻ കണാരൻ, VP ഗോപാലൻ, CK ചാത്തു, പാറുള്ളതിൽ കണാരൻ, മണ്ടോടി കണ്ണൻ, കൊല്ലാച്ചേരി കുമാരൻ. 2012 മറ്റൊരു വേനൽ TP എന്ന വസന്തത്തെയും രക്തതാരകമാക്കി. അദ്ദേഹത്തെ എന്തിനു വേണ്ടിയിട്ടാണോ ഇല്ലാതാക്കാൻ വേണ്ടി തീരുമാനിച്ചത്, ആ തീരുമാനിച്ച ആളുകൾക്ക് നടപ്പാക്കാൻ വേണ്ടിയാണ് ഓരോ ദിവസത്തെ സംഭവവികാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഉയർത്തിയ പ്രസ്ഥാനവും അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയവും മുന്നോട്ട് വെച്ച രാഷ്ട്രീയവും കൂടുതൽ ശരിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രശേഖരൻ ഒരിക്കലും മായുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മയോ അദ്ദേഹമോ ഈ ലോകത്ത് നിന്ന് ഒരിക്കലും പ്രത്യക്ഷമാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശരി കൂടുതൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഓരോ ദിവസവും നമുക്ക് മനസ്സിലാക്കുന്നത്. 51 വെട്ടുകൾ ഒരു മനുഷ്യന്റെ മുഖത്തേൽപ്പിച്ച കൊലയാളികൾ തീർച്ചയായും ഒഞ്ചിയം ജനതയെ ഭയപ്പെടുത്തുവാൻ വേണ്ടിയായിരിക്കും അത് ചെയ്തത്. പക്ഷേ 2012 മെയ് 4 ശേഷം ഒഞ്ചിയം ജനത ഭയമെന്തെന്നറിഞ്ഞിട്ടില്ല. ഏത് പാതിരാവിലും തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സഖാവ് രക്തസാക്ഷിത്വം വരിച്ചത് അവരെ കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്യുന്നത്. രക്തസാക്ഷിയുടെ രക്തത്തിൽ നിന്ന് 1000 പേർ ഉയരെടുക്കുമെന്നത് ചന്ദ്രശേഖരൻ്റെ രക്തസാക്ഷിത്വം അടിവരയിടുന്നു. ഒരു സാധാരണക്കാരനായിട്ടാണ് കണ്ട് TPനെ വലിയൊരു നേതാവായിട്ടൊന്നും കണ്ടതല്ല. ഒരു സാധാരണക്കാരനാണ് അയാൾ. ഒരു സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇടപെടുന്ന ഒരു മനുഷ്യനാണ് അയാൾ. അങ്ങനെയാണ് അയാളെ വലിയ നേതാവായിട്ടൊന്നും ആരും കണ്ടിട്ടൊന്നുമില്ല. എല്ലാവരും സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. എല്ലാ ആളുകളുടെ ഇടയിലും വന്ന് ഇടപെടും. ഒരു കല്യാണ വീട്ടിലായിരുന്നാലും ഒരു മരിച്ച വീട്ടിലായിരുന്നാലും വന്ന് വേണ്ടതുപോലെ നിസ്വാർത്ഥമായ സേവനം ചെയ്യും. അതുകൊണ്ടാണ് ഈ നാട്ടിലെല്ലാവർക്കും ആ സഖാവോടുള്ള സ്നേഹം. പിന്നെ ചെറുപ്പം വിദ്യാർത്ഥിയായ കാലത്തെ അയാൾ ഈ ബാലസംഘത്തിലും വിദ്യാർത്ഥി സംഘടനയിലും പ്രവർത്തിച്ചൊരു മനുഷ്യൻ. മണ്ടോടെ കർണാട്ടിൻ്റെ തൊട്ടിടവലുള്ള മനുഷ്യൻ. അതിൻ്റെ ഒരു ഗുണം അയാൾക്കുണ്ട്. മണ്ടോടെ കർണാട്ടിനാണ് ഇവിടെ 48 കാലത്തിൻ്റെ ആ അവസരത്തിലും പ്രവർത്തിച്ചത്. അയാളായിരുന്നു ഞങ്ങളെ നേതാവ്. ഞങ്ങളെ പാർട്ടിയിൽ കൊണ്ടുവന്നു അയാളാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. അപ്പം ഒരു നേതാവായിട്ടല്ല കാണുന്നത്. അയാളൊരു ദേശസ്നേഹിയാണ്. എല്ലാ ആളുകളായിട്ടും വന്ന് ഇടപെടുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ആ താല്പര്യം വന്ന്. മറ്റ് നേതാവെന്നുള്ള നിലയിലല്ല അയാൾ ജീവിച്ചതും പെരുമാറിയതും. പിന്നെ പാർട്ടീൻ്റെ ഒരു ഉറച്ച സഖാവാണ്. അതാണ് അയാൾ ഒരു ഗുണം. വേറെ എന്താ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാനൊരു നേതാവാണ്, ഞാനൊരു
ഒരു പ്രവർത്തകനാന്നുള്ള യാതൊരു അഹംഭാവം അയാളെടുത്ത് ഉണ്ടായിട്ടില്ല. അയാളൊരു കല്യാണ വീട്ടിൽ വന്നാലോ ജാവഴീന്തരത്തിൽ വന്നാലോ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എല്ലാവരുടെ ഇടയിലും വന്നിട്ട് എന്തെല്ലാം വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുന്ന സാധാരണക്കാരൻ. അതുകൊണ്ട് ഇത്രയധികം ജനങ്ങൾ പിന്നെ വിഷമിക്കുകയുള്ള കാരണം, സ്നേഹിക്കുകയുള്ള കാരണം. അതുതന്നെയാവണം കഴിഞ്ഞ ഒരു വർഷം TP ചന്ദ്രശേഖരൻ വാർത്തയാവാതെ ഒരു ദിവസം പോലും കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ല. ചന്ദ്രശേഖരൻ്റെ കൊലപാതകം കേരളത്തിലെ അവസാനത്തെ രാഷ്ട്രീയ കൊലപാതകമാവണമെന്ന് രാഷ്ട്രീയക്കാരും പൊതുജനവും ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാവണം. മരണം വരെ ചെങ്കൊടി ഉയർത്തിപ്പിടിക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്ത ധീരനായ കമ്മ്യൂണിസ്റ്റിൻ്റെ 1ാം രക്തസാക്ഷി ദിനം സമുചിതം കൊണ്ടാടുകയാണ്. മെയ് 4-ന് ഓർക്കാട്ടേരി ചന്തമൈതാനിയിലാണ് ദിനാചരണം. വള്ളിക്കാട്ട് TP വെട്ടേറ്റ് വീണ സ്ഥലത്ത് നിന്ന് കൊളുത്തുന്ന ദീപശിഖാ പ്രയാണം, സെമിനാറുകൾ, പ്രകടനം, പൊതുസമ്മേളനം തുടങ്ങിയ പരിപാടികൾ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് നടക്കും. എല്ലാ ബ്രാഞ്ചിലും വഞ്ചിയം ഏരിയയിലെ 4 പഞ്ചായത്തിലെ ബ്രാഞ്ചുകളിലും പ്രഭാതവേദി കാലത്ത് 5 മണിക്ക്, കാലത്ത് തന്നെ 8 മണിക്ക് വള്ളിക്കാട് സഖാവ് വെട്ടേറ്റ് വീണ സ്ഥലത്ത് വെച്ച് ദീപശിഖ പ്രയാണം, സഖാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന വീട്ടുവളപ്പിലെ രക്തസാക്ഷി സ്തൂപത്തിൽ കൃത്യം 9 മണിക്ക് ദീപശിഖ തെളിയിക്കും. വൈകിട്ട് 4 മണിക്ക് വെള്ളിനഗര കേന്ദ്രീകരിച്ച് ചുവപ്പ് സേന മാർച്ചും പൊതുപ്രകടനവും. മൂലധന ശക്തികളുടെ ഈ ഭരണകാലത്ത് കീഴിൽ ജീവിക്കുമ്പോഴും കീഴടങ്ങാതെ ജീവിക്കുന്നതാണ് ഇന്നിൻ്റെ സമരമെന്ന് നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് TP ചന്ദ്രശേഖരൻ്റെ രക്തസാക്ഷിത്വം. ഈ വഴികളിൽ നിന്റെ ഓർമ്മകളിൽ ചെമ്പനീർ പൂക്കൾ വെച്ച് ഞങ്ങൾ പറയുന്നു, ധീരനായിരുന്നു നീ, അമരനാണു നീ. ചന്ദ്രജ്യോതിസായി നിറഞ്ഞ സഖാവിനെ കൊല്ലിച്ചു തോറ്റുപോയോരേ, പ്രാതതേജസ്സായി ജ്വലിക്കും തമസ്സിന്റെ ഗോപുരങ്ങൾ ചാമ്പലാവും, അത്തിയിൽ നിന്നും കൊളുത്തുന്ന ജ്വാലകൾ പുത്തൻ സമരോർജമാവും. മുൻപേ കുതിച്ച സഖാവിന്റെ ഓർമ്മകൾ ചെമ്പരത്തിപ്പൂവിരിക്കും. 9ാമത്തെ ചരിത്രസാക്ഷി നിന്നെ ഒഞ്ചിയം നെഞ്ചേറ്റി നിൽക്കും. മുമ്പേ കുതിച്ച സഖാവിന്റെ ഓർമ്മകൾ ചെമ്പരത്തിപ്പൂവിരിക്കും. 9ാമത്തെ ചരിത്രസാക്ഷി നിന്നെ ഒഞ്ചിയം നെഞ്ചേറ്റി നിൽക്കും. നിന്നെ ഒഞ്ചിയം നെഞ്ചേറ്റി നിൽക്കും. ഒഞ്ചിയം നെഞ്ചേറ്റി നിൽക്കും.